ഉപ്പും കുരുമുളക് പൊടിയും കൊണ്ട് നിശ്ചല വൈദ്യുതി. ഇതിനെന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യം? ഉപ്പ്, കുരുമുളക് പൊടി, പ്ലാസ്റ്റിക് സ്പൂൺ, കമ്പിളി വസ്ത്രം. ആട്ടെ, ഉപ്പും കുരുമുളക് പൊടിയും കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അയ്യോ, നീ ഒരു കുസൃതി ചെറുക്കൻ തന്നെ. ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്നിച്ചു ചേർത്തല്ലോ നീ. ഇത് ചേച്ചിയെ കുടുക്കിലാക്കാനുള്ള സൂത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല, എനിക്ക് സയൻസ് അറിയാം. ഇപ്പോൾ പ്ലാസ്റ്റിക് സ്പൂൺ കമ്പിളി വസ്ത്രത്തിൽ വെച്ച് ഉരയ്ക്കുക. എന്നിട്ട് സ്പൂൺ ആ മിശ്രിതത്തിനടുത്തേക്ക് സാവധാനം കൊണ്ടുപോവുക. ഇതാ, കുരുമുളക് പൊടിയെ പ്ലാസ്റ്റിക് സ്പൂൺ ആകർഷിക്കുന്നു. പ്ലാസ്റ്റിക്കിനെ കമ്പിളി വസ്ത്രത്തിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ നിശ്ചല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നെഗറ്റീവ് വൈദ്യുതിയുള്ള കുരുമുളക് പൊടിയെ പ്ലാസ്റ്റിക് സ്പൂൺ ആകർഷിക്കുന്നു. ഈ രീതിയിൽ എനിക്ക് കുരുമുളക് പൊടിയെയും ഉപ്പിനെയും വളരെ എളുപ്പം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. കാരണം കമ്പിളി വസ്ത്രത്തിൽ പ്ലാസ്റ്റിക് സ്പൂൺ കൊണ്ട് ഉരയ്ക്കുമ്പോൾ അതിന് നെഗറ്റീവ് വൈദ്യുതി ലഭിക്കുന്നു. ഉപ്പും കുരുമുളക് പൊടിയും പോസിറ്റീവ് വൈദ്യുതി ഉള്ളവയാണ്. അവ സ്പൂണിലുള്ള നിശ്ചല വൈദ്യുതിയിലേക്ക് സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ സാരം. ഉപ്പിന്റെയും കുരുമുളക് പൊടിയുടെയും മിശ്രിതത്തിൽ സ്പൂൺ വെച്ച് സാവധാനം ഉരയ്ക്കുമ്പോൾ കുരുമുളക് പൊടി പറന്നു ചെന്ന് അതിൽ പോയി ഒട്ടിപ്പിടിക്കുന്നു. ഉപ്പ് ഒട്ടിപ്പിടിക്കാതെ എന്തുകൊണ്ടാണ് കുരുമുളക് പൊടി മാത്രം പറ്റിപ്പിടിക്കുന്നത്? കുരുമുളക് പൊടിയുടെ കണികകൾ ഉപ്പിന്റേതിനേക്കാൾ ലഘുവായതിനാൽ അവ അതിവേഗം ചെന്ന് സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നു. സ്പൂൺ ഈ മിശ്രിതത്തിനരികിൽ കൊണ്ടുവന്നാൽ ഘനം കൂടുതലുള്ള ഉപ്പും കുരുമുളക് പൊടി പോലെ തന്നെ ഒട്ടിപ്പിടിച്ചുകൊള്ളും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. കടലാസ് എത്ര വലുതായിരുന്നാലും എത്ര ഭാരമുള്ളതായിരുന്നാലും പകുതിയായി 7 തവണയിലധികം അതിനെ മടക്കാൻ പറ്റില്ല.